ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകൾ നിങ്ങളെല്ലാം കണ്ടു കാണും. അതിനകത്തെ കോമൺ ആൻസേഴ്സ് എല്ലാം നല്ലതുപോലെ എല്ലാവരും പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ധൈര്യത്തോടുകൂടി പരീക്ഷയ്ക്ക് പോകുക. ഇനി നിങ്ങളെല്ലാവരും നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എഴുതി വെച്ചിട്ട് അതനുസരിച്ച് വേണം പഠിക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 94-ാം പേജ് പുസ്തകത്തിലെടുത്തിട്ട് അതിനകത്തെ പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നത്, അതായത് പേജ് നമ്പർ 94 എടുത്തിട്ട് എല്ലാവരും എടുത്ത് പേജ് നമ്പർ 94. പേജ് നമ്പർ 94-ലെ സമയ് സാത്ത് ഹംപി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ട്. അതായത് ആഡ് അക്കൗണ്ട്, ക്യാൻസൽ, കാറ്റഗറീസ്, ചാറ്റ്സ്. അത് നിങ്ങളെല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കുക. കാരണം 8 മാർക്കിൻ്റെ ചോദ്യവുമാണ്. നമുക്കധികം സ്ട്രെയിൻ ഇല്ല, അധികം ടൈം ചിലവാകുകയില്ല ഈ 8 മാർക്കിന് വേണ്ടി. കാരണം ചോദ്യവും ഉത്തരം ബ്രാക്കറ്റിൽ അവിടെ ഉണ്ട്. അത് നോക്കി അങ്ങോട്ട് മാച്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അതുകൊണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ അത് പഠിച്ചുകൊണ്ടേ ബോർഡ് എക്സാമിന് ആദ്യം തന്നെ പേജ് നമ്പർ 94-ലെ 32 ചെറിയ ഇംഗ്ലീഷ് ഹിന്ദി വാക്കുകൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ബോർഡ് എക്സാമിന് വേണ്ടി ആദ്യമേ അത് പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം രണ്ടാമത് ബ്ലാക്ക് ഫിലിം കി സമീക്ഷ, അതായത് ബ്ലാക്ക് സിനിമയുടെ നിരൂപണം. അത് ഉറപ്പ് ക്വസ്റ്റ്യനാണ്. ബ്ലാക്ക് സിനിമയുടെ നിരൂപണം അത് നിങ്ങൾക്ക് പുസ്തകത്തിനകത്ത് ബ്ലാക്ക് സിനിമയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ 2 പേജ് നിങ്ങൾ ശരിക്കും വായിച്ചിട്ട് അത് അതുപോലെ എഴുതി വെച്ചാലും ഉത്തരം ശരിയാണ്. അതല്ല നിങ്ങളുടേതായ യുവർ ഓൺ സെൻറ്റൻസ്, സ്വന്തം സെൻറ്റൻസിൽ എഴുതിയാലും എന്തായാലും ബ്ലാക്ക് ഫിലിം കി സമീക്ഷ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കബീർദാസിൻ്റെ ദോഹ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് ചെറിയൊരു ക്ലാസ് ഒന്ന് എടുക്കാം. കബീർദാസിൻ്റെ 5 ദോഹയുണ്ട്. ആ 5 ദോഹയിൽ നിന്ന് കബീർദാസിൻ്റെ ഏതെങ്കിലും ഒരു ദോഹ തന്നിട്ട് ആസ്വാദൻ ടിപ്പണി എഴുതാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ 3 പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. അതിന് 3 പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫ് കവിയെക്കുറിച്ച്, അതായത് നമ്മുടെ കബീർദാസിനെ കുറിച്ച് 3 സെൻറ്റൻസ്. അത് നിങ്ങളൊന്ന് നോട്ട് ബുക്കിലോട്ട് എഴുതിക്കോ. കബീർദാസ് हिंदी साहित्य के ഭക്തികാലീന കവിതേ. കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലീന കവിതേ. കബീർദാസ് ഹിന്ദി സാഹിത്യക്കെ ഭക്തികാലീന കവിതേ. അടുത്ത സെക്കൻഡ് സെൻറ്റൻസ്, ബീജക് ഉൻകി ഏകമാത്ര രചന ഹെ. ബീജക് ഉൻകി ഏകമാത്ര രചന ഹെ. ബീജക് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു രചനയാണ്. തേർഡ് സെൻറ്റൻസ്, സദുക്കടി ഉൻകി ഭാഷ മാനി ജാതി ഹെ. സദുക്കടിയാണ് ഉൻകി ഭാഷ മാനി ജാതി ഹെ, അദ്ദേഹത്തിൻ്റെ ഭാഷ. അപ്പോൾ സദുക്കടി ഭാഷയാണ് അദ്ദേഹത്തിന്. അപ്പോൾ കബീർദാസിനെ കുറിച്ച് എന്തായി? ഇൻട്രൊഡക്ഷനായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തുവാ? കബീർദാസിൻ്റെ ആ വരികൾ വന്നിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ സെക്കൻഡ് പാരഗ്രാഫ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നോട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത് എഴുതാം. തേർഡ് പാരഗ്രാഫായിട്ട് എഴുതുന്നത് ആ ദോഹയുടെ തത്വം. അത് നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ട്. അത് നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ പാഠം പഠിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഓരോ ദോഹയ്ക്കും അതിൻ്റേതായ തത്വങ്ങളുണ്ട്. അത് 3 മാർക്കിൻ്റെ ലിസ്റ്റിലും ചോദിക്കും. അതായത് തത്വം മാത്രം എഴുതാമെന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ ചോദിക്കും. അവിടെയും നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. ആസ്വാദന ടിപ്പണി എന്ന് പറഞ്ഞാൽ 6 മാർക്കിൻ്റെ ചോദ്യം വരും. അവിടെയും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ കബീർദാസിനെ കുറിച്ചുള്ള ആ ഇൻട്രഡക്ഷൻ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ അതിനെ റീഅറേഞ്ച്, അതായത് ആ വരികൾ വെച്ചിട്ട് എഴുതുക. തേർഡ് പാരഗ്രാഫായിട്ട് അതിൻ്റെ തത്വം, അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ ഡയറിയും പറഞ്ഞു, ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള രണ്ടാമത്തെ വീഡിയോയിൽ ഏറെക്കുറെ എല്ലാ കോമൺ ആൻസേഴ്സും തന്നു. നിങ്ങൾക്ക് വിശ്വാസമായി കാണും. ആ കോമൺ ആൻസർ പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഉറപ്പ് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. അല്ലാതെ മറ്റുള്ള വാർത്താലാപമൊക്കെ ഇതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം പഠിക്കുക. അല്ലാതെ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ഈ കോമൺ ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ പറ്റും. ഇടയ്ക്ക് നമുക്ക് യുവർ സെൻറ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടേതായ സെൻറ്റൻസുകൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം മുതൽ എളുപ്പത്തിലൊന്ന് പരീക്ഷയുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതായത് പേജ് നമ്പർ 8 സുകേഷ് സാഹനി, പുസ്തകത്തിലെ പേജ് നമ്പർ 8 സുകേഷ് സാഹനി ജന്മ പ്രമുഖ രചനയും പുരസ്കാർ വിശേഷതായും. അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട, പക്ഷേ അത് ചോദ്യമായിട്ട് വരും. അതായത് ബയോഡേറ്റ ചോദ്യമായിട്ട് തന്നിട്ട്
ജീവനി എഴുതാൻ ചോദിക്കാം. സുകേഷ് സാഹ്നിയുടെ ജീവനി എഴുതാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കോമൺ ആൻസറിനകത്ത് എങ്ങനെ ബയോഡേറ്റയിൽ നിന്ന് ജീവനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പേജ് നമ്പർ 9. നമുക്ക് പുസ്തകം വിശദമായിട്ട് വായിക്കാനുള്ള സമയം കിട്ടത്തില്ല. അനിത പാഠത്തിനകത്തെ കഥ ഏറെക്കുറെ നിങ്ങൾക്കറിയാം. നമ്മുടെ യാത്രി എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ ബാബുജി എന്ന് പറയുന്നു, യാത്രി എന്ന് പറയുന്നു യാത്രക്കാരൻ. അസ്ലം എന്ന് പറയുന്ന ആളുടെ റിക്ഷയിലാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഒരു പുതിയ റിക്ഷാവാല വന്നിട്ട് പറയുന്നു, ആ അസ്ലം എന്ന് പറയുന്ന റിക്ഷാവാല മരിച്ചുപോയി, അദ്ദേഹത്തിന് കിഡ്നിക്ക് രോഗമായിരുന്നു, സാറിനെ കൊണ്ടുവിട്ടിട്ട് പോയപ്പോൾ അദ്ദേഹം മരിച്ചു പോന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ യാത്രക്കാരൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസത്തെ സീൻ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നു. അത് 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് 1 വേർഡ് ചോദ്യം ആ പുസ്തകത്തിൻ്റെ സൈഡിലേന്ന് നോക്കിയേ. ഉസേ ഷോക്സ ലഗ ക്യോം, അവന് ഷോക്ക് അടിച്ചു ആർക്ക്? ഇത് കേട്ട് പഠിക്കുക. ഉസേ ഷോക്സ ലഗ ക്യോം. ചിലപ്പം പരീക്ഷയ്ക്ക് അതിൻ്റെ കൂടെ ചെറിയൊരു ചേഞ്ചും കൂടെ വരും. കിസേ ക്യോം, അവന് ഷോക്ക് അടിച്ചു. കിസേ, ആർക്ക്? ക്യോം, എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് യാത്രിക്കോ ഷോക്സ ലഗ, യാത്രക്കാരന് ഷോക്ക് അടിച്ചു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ അസ്ലം കി മൃത്യു കി ബാത് സുൻകർ, അസ്ലമിൻ്റെ മരണവാർത്ത കേട്ടിട്ട്. ഓർത്തോണം, യാത്രിക്കോ ഷോക്സ ലഗ ക്യോങ്കി അസ്ലം കി മൃത്യു കി ബാത് സുൻകർ, അസ്ലമിൻ്റെ മരണവാർത്ത കേട്ടിട്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യം, അസ്ലം കോ കോൺസി ബീമാരി തി, അസ്ലമിന് എന്തായിരുന്നു അസുഖം? അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്തോ, അസ്ലം കെ ദോനോ ഗുർദേ ഖറാബ്തെ. സ്പീഡിൽ പോകുന്നു, നിങ്ങളത് പതുക്കെ നോട്ടിൽ എഴുതി വെക്കുക. അസ്ലം കെ ദോനോ ഗുർദേ ഖറാബ്തെ, അസ്ലമിൻ്റെ 2 കിഡ്നിയും ഫെയിലായിരുന്നു. ഇനി നമ്മൾ അടുത്ത പേജ് മറിച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ 3 മാർക്കിൻ്റെ ചോദ്യത്തിന് വേണ്ടി ചോദിക്കാവുന്നതാണ്. ഇൻകെ സാത്ത് ഹംദർദി ജദാന ബേവക്കൂഫി ഹോഗി, യഹാം യാത്രി കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോ രഹാ ഹെ, ഇവനോട് സഹാനുഭൂതി കാണിക്കുന്നത് വിഡ്ഢിത്തമായിരിക്കും. പേജ് നമ്പർ 10 ലെഫ്റ്റ് സൈഡിലെ ചോദ്യം. യഹാ യാത്രി കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോ രഹാ ഹെ, ഇവിടെ യാത്രിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് സഹാനുഭൂതി ക അഭാവ, അല്ലെങ്കിൽ ശ്രമജീവിയോങ്കെ പ്രതി, തൊഴിലാളി വർഗത്തോട് സഹാനുഭൂതി ക അഭാവ, സഹാനുഭൂതിയുടെ അഭാവം. ഇനി അടുത്ത ചോദ്യം താഴെ നോക്കിയേ 10ാമത്തെ പേജിൽ. വോ കിസി അപരാധി കി ഭാന്തി സിർ ജുഗായി റിക്ഷോക്കെ സാത്ത് സാത്ത് ചൽ രഹാദ, അവനൊരു അപരാധിയെ പോലെ റിക്ഷയോടൊപ്പം നടക്കുന്നു പോകുന്നു. ക്യോ, എന്തുകൊണ്ട്? അതിൻ്റെ കാരണം അസ്ലം കി മൃത്യു കെ പീച്ചെ, അസ്ലമിൻ്റെ മരണത്തിൻ്റെ പിറകിൽ യാത്രിയുടെ സഹാനുഭൂതിക്ക് അഭാവ് ഹെ, സഹാനുഭൂതിയുടെ അഭാവമാണ്. അത്രയും മതി അതിന് ഉത്തരം. അതായത് അസ്ലം കി മൃത്യു കെ പീച്ചെ, അസ്ലമിൻ്റെ മരണത്തിൻ്റെ പിറകിൽ യാത്രിക്ക് സഹാനുഭൂതിക്ക് അഭാവ് ഹെ, യാത്രയുടെ സഹാനുഭൂതിയുടെ അഭാവമാണ്. ഇനി പേജ് നമ്പർ 10 എല്ലാവരും എടുത്തേ. പേജ് നമ്പർ 10 പുസ്തകത്തിലെ ഏക് സന്നാട്ടേനെ ഉസ്സെ ആഘോഷ് മേ ലേ ലിയ, ഏറ്റവും ടോപ്പ് കണ്ടോ, സെക്കൻഡ് സെൻറ്റൻസ്. എന്നിട്ട് കൽക്കി ഘടന ഉസ്കി ആങ്കോങ്കെ ആകെ സജീവ് ഹോ ഊട്ടി, ആ സെൻറ്റൻസ് തന്നിട്ട് കോൺസാ ദൃശ്യം ചോദിക്കും. ഇന്നലത്തെ സംഭവം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഇങ്ങനെ സജീവമായി നിന്നു, എന്താണ് ആ ദൃശ്യം? അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി റിക്ഷ, നടര, ടാക്കീസ് മുതൽ പിന്നെ നന്നി നന്നി ബൂന്തി ദിഗായി ദേനെ ലഗി ദി, അവിടം വരെയാണ് എഴുതേണ്ടത്. അത് നിങ്ങളുടേതായ സെൻറ്റൻസുകൾ അത് വായിച്ചിട്ട് ആ ഭാഗത്തുണ്ടാകുന്ന അതിൻ്റെ 3 മാർക്കിൻ്റെ ഭാഗത്തും ചോദിക്കാം, 6 മാർക്കിൻ്റെ ഭാഗത്തും ചോദിക്കാം. ഇനി അടുത്തത് മധു ഋതു. മധു ഋതു എന്ന വാക്കിൻ്റെ അർത്ഥം വസന്തകാൽ. ഇനി ഈ കവിത എല്ലാവർക്കും നേരത്തെ അറിയാമായിരിക്കാം. അതിനകത്ത് നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുഖി തിൻഗോസെ ക്യാ താത്പര്യ, ഉണക്കപ്പുല്ലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഉത്തരവായിട്ട് വരേണ്ടത് പ്രേം വിഹീന മാനവ്, സ്നേഹമില്ലാത്ത മനുഷ്യരെയാണ് ഉണക്കപ്പുല്ലെന്നോട് ഉപമിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഉഷ ശബ്ദ കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹേ, ഉഷ എന്ന വാക്ക് എന്തിനേക്ക് സൂചിപ്പിക്കുന്നു? ഉത്തരം ഉഷ ശബ്ദ, ഉഷ എന്ന വാക്ക് പ്രഭാതത്തെയും അവർ പ്രേമിക കി ഓർ ഇഷാര കർത്താ ഹേ, പ്രേമികയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഉഷ ശബ്ദ പ്രഭാത് और प्रेमिका की ओर इशारा
करता है. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിനെ ലാസ്റ്റ് 2 വരി തന്നിട്ട് അല്ലെങ്കിൽ മധുർ ഉർദു കവിത കാ സന്ദേശ് ക്യാ ഹെ, മധുർ ഉർദു കവിതയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഹം പ്രകൃതി കാ ദുരുപയോഗ ന കർനാ ഹെ, നമ്മൾ പ്രകൃതിയെ എന്ത് ചെയ്യില്ലേ, ദുരുപയോഗം ചെയ്യും. ഒറ്റ വാക്കി പറഞ്ഞാൽ ഹം പ്രകൃതി കാ ദുരുപയോഗ ന കരെ, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യരുത്. പിന്നെ നിർബന്ധമായും നിങ്ങൾ പേജ് നമ്പർ 14 വസന്ത് മൗസം ഭൂമി ആകാശം എന്ന് കണ്ടില്ലേ, അതിൻ്റെ ഹിന്ദി കവിതയിലെ വാക്കുകളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇനി സൂചനാധികാർ പത്രമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ജുലൂസിനെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടി 4 കഥാപാത്രത്തിൻ്റെയും മുൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ദോഹയാണ്. അത് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. പേജ് നമ്പർ 35 എടുത്ത എല്ലാവരും പേജ് നമ്പർ 35. ബുരാ ജോ ദേക്കൻ മേ ചല ബുരാ ന മിലിയ കോയ്. ആദ്യത്തെ സ്റ്റാൻസ, തിന്മ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു, ബുരാ ന മിലിയ കോയ്, തിന്മയെങ്ങും കിട്ടിയില്ല. ജോദിൽ ഘോജോ ആപ്ന, സ്വന്തം മനസ്സിൽ തപ്പി മുജുസ ബുരാന കോയ്, എന്നേക്കാൾ മോശം ആരും ഇല്ല. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വലത് സൈഡിൽ ഒരു ചോദ്യമുണ്ട്. ജോദിൽ ഘോജോ ആപ്ന മുജുസ ബുരാന കോയ് കബീറിനെ ഐസ ക്യോं കഹാ ഹെ. ആ ചോദ്യം അതിൻ്റെ അർത്ഥം സ്വന്തം മനസ്സിൽ തപ്പി എന്നേക്കാൾ മോശം ആരുമില്ല, കബീർദാസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ചോദ്യം വന്നാലും ഇതിൻ്റെ ആസ്വാദന ടിപ്പണി വന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ എഴുതുക, അത് ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓർക്കുക, ഈ 2 വരി തന്നിട്ട് ഇസ് ദോഹേക്ക തത്വ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ അപ്പനേക്കോ, അപ്പനേക്കോ സ്വയം, പഹച്ചാനിനെ വാല സച്ചാജ്ഞാനി ഹെ. അപ്പോൾ എന്തുവാ, അപ്പനേക്കോ സ്വയം, പഹച്ചാനിനെ വാല തിരിച്ചറിയുന്നവൻ, സച്ചാജ്ഞാനി ഹെ യഥാർത്ഥ ജ്ഞാനിയാണ്. അത് സ്വയം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഇനി 3 മാർക്കിന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടെ അല്ല 2 സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യുക. ദൂസരോങ്കെ, മറ്റുള്ളവരുടെ ദോഷാരോപൺ കർണേക്കെ പഹലെ, ദോഷം ആരോപിക്കുന്നതിന് മുമ്പ് ഹം സ്വയം സുധാർനാഹെ, നമ്മൾ സ്വയം തിരുത്തണം. അപ്പം ദൂസരോം പർ ദോഷാരോപൺ കർണേക്കെ പഹലെ, മറ്റുള്ളവരിലേക്ക് ദോഷാരോപണം ചെയ്യുന്നതിന് മുമ്പ് സ്വയം സുധാർനാഹെ, സ്വയം നമ്മൾ തിരുത്തണം നമ്മുടെ തെറ്റുകൾ. മറ്റുള്ളവരുടെ തെറ്റ് തപ്പി പോകുന്നതിന് മുമ്പ് സ്വയം തെറ്റുകൾ തിരുത്തുക. ഇനി രണ്ടാമത്തത് ലഘുദാസെ പ്രഭുദാ മിലെ, പ്രഭുദാസെ പ്രഭു ദൂരി, ചീണ്ടിയിലെ ശക്ക ചലി, ഹാത്തിക്കെ സിർ ദൂരി. ഇതിൻ്റെ വലത് സൈഡിൽ ഒരു ചോദ്യം കണ്ടോ, പ്രഭുദാക്ക മഹത്ത് സമജാനെ കേലിയെ, പ്രഭുത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി കബീറിനെ കിസ്ക സഹാര ലിയാ ഹെ, കബീർ എന്തിനെയാണ് ആശ്രയിച്ചേക്കുന്നത്, കിസ്ക. ആ കിസ്കയുടെ സ്ഥാനത്ത് കിൻകയാണെങ്കിൽ ഹാത്തി ഓർ ചീണ്ടി എന്ന് എഴുതണം. ഇനി കിസ്ക എന്നാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ചീണ്ടി. എന്താണ്, ചീണ്ടിക്ക. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 2 കൂടെ അങ്ങ് എഴുതിക്കോ, അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഹാത്തി ഓർ ചീണ്ടിക്ക സഹാര ലിയാ ഹെ. ഇനി അതിൻ്റെ തത്വം എന്ന് പറയുന്നത്, ഇനി ജീവൻ ഗി ശാന്തി അടുത്ത പേജിലുണ്ട്. ജീവൻ ഗി ശാന്തി സാദഗി മേ, ജീവിതത്തിൻ്റെ ശാന്തി എന്ന് പറയുന്നത് സാദഗി എളിമയിലാണ്. അപ്പോൾ ജീവൻ ഗി ശാന്തി സാദഗി മേ അതിൻ്റെ അർത്ഥം. അടുത്തത് ദുഃഖുമേ സുമരൻ സബ് കരേ സുഗുമേ കരേ ന കോയ്, ജോ സുഗുമേ സുമരൻ കരേ തോ കാഹേ ദുഃഖ് കാഹേ ഹോയ്. അതിനെ റിലേറ്റ് ചെയ്ത് വലത് സൈഡിലൊരു ചോദ്യം, ദുഃഖ് കാഹേ ഹോയ് ഇസ്സേ ക്യാ താത്പര്യ ഹേ, ദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ഉത്തരം ഹം സുഖ് ഔർ ദുഃഖ് കെ അവസർ പർ, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഈശ്വർ കാ സ്മരൺ കർണാ ഹേ, ഈശ്വരനെ സ്മരിക്കണം. ഈ ദോഹയുടെ തത്വം ഏതാണെന്ന് ചോദിച്ചാലും അതേ ആൻസർ എഴുതിയാൽ മതി. ഹം സുഖർ ദുഃഖമേ ഈശ്വർ കാ സ്മരൺ കർണാ ഹേ, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ സ്മരിക്കണം. ഐസ കരേത്തോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കബി ദുഃഖന ഹോഗ, ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹം സുഖ് ഔർ ദുഃഖമേ ഈശ്വർ കാ സ്മരൺ കർണാ ഹേ, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ സ്മരിക്കുക. ഐസെ കർണേ പർ, ഇങ്ങനെ ചെയ്യുമ്പോൾ കഫി ദുഃഖ ന ഹോഗ, ഒരിക്കലും എന്തുണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല. ഇനി കാമി ക്രോധി ലാലച്ചി ഇൻതേ ഭക്തി ന ഹോയ്, ഭക്തി കരേ കോയി സൂർമ ജാതി വർണ്ണ കുല ഗോയ്. അതിനെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ, തത്വം ചോദിക്കുവാണെങ്കിൽ സമഭാവ വീരക്ക ലക്ഷൺ ഹെ, വീരെന്ന് എഴുതാം ശൂരെന്ന് എഴുതാം. സമഭാവ വീരക്ക ലക്ഷൺ ഹെ, എല്ലാവരെയും സമഭാവത്തോടെ കാണുന്നത് വീരൻ്റെ ലക്ഷണം. അതായത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണണം. അപ്പം സമഭാവ വീരക ലക്ഷൺ ഹെ. അടുത്തത് സായി
ഇത്തന ദീജിയെ ജാമേ കുടുംബ സമായ മേംഫി ഭൂക്കാന രഘും സാധുന ഭൂക്ക ജായ്. അതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ ധൻ അധിക് ഹോന ആപത്തി ഹേ, ധനം അധികമാകുന്നത് ആപത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും കബീർദാസ് ഈ ദോഹയോടെ അതിൻ്റെ തത്വം ഉദ്ദേശിക്കുന്നത് ധൻ അധിക് ഹോന ആപത്തി ഹേ, ധനം അധികമാകുന്നത് ആപത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 ദോഹയുടെയും തത്വം നിങ്ങൾക്ക് കിട്ടി. ആ തത്വം തന്നെയാണ് ആസ്വാദന ടിപ്പണിയുടെ 3rd പാരഗ്രാഫ്. തത്വം തന്നെയാണ് ആസ്വാദന ടിപ്പണിയുടെ 3rd പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. കബീർദാസ് ഹിന്ദി സാഹിത്യക്കെ ഭക്തികാലീന കവിതേ. കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തി കാലഘട്ടത്തിലെ കവിയാണ്. ബീജക് ഉൻകി ഏകമാത്ര രചന ഹേ, ബീജക് അദ്ദേഹത്തിൻ്റെ ഒരേയൊരു രചനയാണ്. ഉൻകി ഭാഷ സദുക്കടി മാനി ജാത്തി ഹേ, അദ്ദേഹത്തിൻ്റെ ഭാഷ സദുക്കടി എന്നാണ്. സദുക്കടി ഓർത്തോണം, സദുക്കടി എന്ന് പറഞ്ഞാൽ ഒരു മിശ്രിത ഭാഷയാണ്, ഒരു ഖിച്ചടി അല്ലെ മിശ്രിത ഭാഷയാണ്. ഇനി നമ്മൾ പേജ് നമ്പർ 53. ഇനി 53-ാം പേജിലെ ആനന്ദ് കി ഭുൾജടിയം എന്ന പാഠം നമുക്കറിയാം. അതിനകത്ത് കുറേ സന്ദർഭങ്ങളുണ്ട്. ഒന്നാമത്തെ പേജ് നമ്പർ 53 നമുക്ക് മനസ്സിലാകും, ഒരു ബൂട്ട ആത്മി ആം കി ഗുഡലിയാം ബോരായ്, മാവുൻ തയ്യെ നടുന്നു അല്ലെ വിത്ത് വിതയ്ക്കുന്നു. അപ്പോഴേക്ക് ആര് വരുന്നു? ഏക്ക് നൗജവാൻ, ഒരു ചെറുപ്പക്കാരൻ ആ വഴിക്ക് വരുന്നു. അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നു. അപ്പോൾ ആ സന്ദർഭം തന്നിട്ട് എന്തെങ്കിലും 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാലോ, അല്ലെങ്കിൽ സംഭ്രാന്ത് മഹിളയുടെ ആ ഒരു സംഭവം തന്നിട്ട് എന്തെങ്കിലും 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ $20 $20 വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു, അത് ചോദിച്ചാലോ നമ്മൾ എഴുതേണ്ടത് ഏത് ചോദ്യം ചോദിച്ചാൽ, അതായത് ഇസ്മേൻ കോൺസാ ഭാവ് നിഹിതെന്നോ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരവ് എന്ന് പറയുന്നത് നിസ്വാർത്ഥ ഭാവുക ത്യാഗ്, അതായത് സ്വാർത്ഥതയില്ലാത്ത ത്യാഗം. അതായത് നമ്മുടെ ബുജുർഗ് അപ്പൂപ്പൻ അല്ലെങ്കിൽ ബൂട്ട ആദ്മി മാവുന്തയെ നട്ടിയത് ദൂസരോങ്കി ഭലായി, ചൂടെ അതുകൂടെ എഴുതുവാണെങ്കിൽ ചൂടെ എന്നല്ല, ദൂസരോങ്കി ഭലായി കേലിയെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥ ഭാവുക ത്യാഗ്, സ്വാർത്ഥതയില്ലാത്ത ത്യാഗം. അപ്പം ഓർത്തോണം, ഈ പാഠത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ നിന്ന് യഹാം കോൺസ ഭാവ് നിഹിത എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൂസരോങ്കി ഭലായികയിലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥ ഭാവുക ത്യാഗ്, സ്വാർത്ഥതയില്ലാത്ത ത്യാഗം. പിന്നെ സംഭ്രാന്ത് മഹിളയും റെയിൽഗാഡിയിലെ സഹയാത്രയും തമ്മിലറിയാത്ത സംഭ്രാന്ത് മഹിള വിത്തുകൾ വെളിയിലേക്ക് വലിച്ചെറിയുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എഴുതാം ദൂസരോങ്കി ഭലായികയിലെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥ ഭാവുക ത്യാഗ്, ഒരു സ്വാർത്ഥതയില്ലാത്ത ത്യാഗം. അവിടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സംഭ്രാന്തും മഹിളയും സഹയാത്രയും തമ്മിലുള്ള സംഭാഷണം. പിന്നെ അടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഗരീബ് വിദ്യാർത്ഥി, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി കുറച്ച് പൈസയ്ക്ക് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനായ അമേരിക്കൻ പ്രസിഡൻ്റ് അടുത്ത് ചെല്ലുന്നു, $20 കൊടുക്കുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അത് മറക്കുന്നു. പക്ഷേ ഈ കുട്ടി ഉപകാരം മറക്കുന്നില്ല. തൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ആ പൈസ തിരിച്ച് കൊടുക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ല എന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ വാർത്താലാപ് ചോദിക്കാം, ഡയറി ചോദിക്കാം, ഈ സംഭവത്തെക്കുറിച്ച് ആ കുട്ടി എഴുതുന്ന ലെറ്ററാകാം. ഇതിനൊന്നും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, കാരണം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി കോമൺ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് എഴുതാം നമുക്ക് ധൈര്യമായിട്ട്. ഇനി അതുപോലെ തന്നെയാണ് ഈ പാഠത്തിനകത്ത് നമ്മുടെ ടിക്കറ്റ് ബാബുവായിട്ട് നമ്മുടെ ലേഖനുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. ആ ഭാഗം എന്ന് വെച്ചാൽ ഒരു യുദ്ധം കാരണം ട്രെയിൻ എണ്ണം കുറച്ചു. അപ്പോൾ ടിക്കറ്റ് ബാബു വളരെ ക്ഷീണിതനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ കാണിക്കുന്നു, വെച്ചാൽ ദേഷ്യങ്ങളൊക്കെ കാണിക്കുന്നു, ടിക്കറ്റ് പതുക്കെ കൊടുക്കുന്നു. ആ സമയത്ത് ലേഖകൻ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ അയാളെ പുകഴ്ത്തി പറയുന്നില്ല, പ്രശംസിക്കുന്നു. നിസ്വാർത്ഥ ഭാവുക്കി പ്രശംസ, ഒരു സ്വാർത്ഥതയില്ലാത്ത പ്രശംസ ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് സന്തോഷമാകുന്നു. അപ്പോൾ വേണേൽ സംഭാഷണമൊക്കെ ചോദിക്കുക, അതിന് ചാൻസ് കുറവാണ്. പിന്നെ ബാങ്കിലെ ക്ലർക്ക്, അവിടെയും നിസ്വാർത്ഥ ഭാവുക്കി പ്രശംസ, ഒരു സ്വാർത്ഥതയില്ലാത്ത പ്രശംസയാണ് അവിടെ നമ്മുടെ ലേഖകൻ ബാങ്കിലെ ക്ലർക്കിനോട് ചോദിക്കുന്നത്. ഇനി പേജ് നമ്പർ 62, പത്തർ കി ബെഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം കല്ലിൻ്റെ ബെഞ്ച്. ഇനി ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നോക്കിയേ, പത്തർ കി ബെഞ്ച് കിസ്കാ പ്രതീക് ഹേ, പത്തർ കി ബെഞ്ച് എന്തിൻ്റെ പ്രതീകമാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 64
അതിൽ നടുക്കത്തെ ക്വസ്റ്റിനകത്ത് സാർവജനിക് ജഗഹോങ്ക യോഗ്യത എന്ന് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് നമ്മൾ എഴുതേണ്ടത് പത്തർ കി ബെഞ്ച് സാർവജനിക് ജഗഹ് കാ പ്രതീക് ഹെ. പത്തർ കി ബെഞ്ച് സാർവജനിക് ജഗഹ് കാ പ്രതീക് ഹെ, പൊതുസ്ഥലത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സാർവജനിക് ജഗഹ് കാ പ്രതീക് ഹെ. ഇനി ആ കവിത ഒന്ന് എളുപ്പം നോക്കിയേക്കാം. കാരണം പത്തർ കി ബെഞ്ച് ജിസ് പർ രോത്താ ഹുവ ബച്ച ബിസ്കുറ്റ് കുതിർത്തെ ചുപ് ഹോ രഹാ ഹെ. കല്ലിൻ്റെ ബെഞ്ചിലെ ഒരു കുട്ടി ബിസ്ക്കറ്റ് കടിച്ചു മുറിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു. ജിസ് പർ ദഗാ യുവക, അതിൽ ക്ഷീണിതനായ യുവാവ് അപ്പനെ കുച്ചലെ ഹുയ സ്വപ്നവും സഹല രഹ, തൻ്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്നു. ജിസ് പർ ഹാത്തോം സെ ആങ്കേട്ടും ഏക്ക് റിട്ടയർഡ് ബൂട്ട ഭർ ദോപരി സോ രഹാ ഹെ. അതിനകത്ത് ഒരു റിട്ടയറായ അപ്പൂപ്പൻ നട്ടുച്ച സമയത്ത് ഉറങ്ങുന്നു. ജിസ് പർ വേ ദോനോ സിന്ദഗിക്ക് സപ്നെ ബൂൻ രേഖെ, അതിൽ അവർ രണ്ടുപേരും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരു ചോദ്യം കണ്ടില്ലായിരുന്നോ, മാച്ച് ചെയ്യാൻ വേണ്ടി, അതായത് ബൂട്ട ആദ്മി അങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടി. അതേ സ്ഥലത്ത് ചോദിക്കാൻ വരുന്ന നല്ലൊരു ചോദ്യമാണ്. അതായത് ബെച്ച വലത് സൈഡിൽ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ബിസ്ക്കറ്റ് കുതിർന, അടുത്തത് ധഗ യുവക സപ്നോങ്കോ സഹൽന, ബൂട്ട റിട്ടയർഡ് ബൂട്ട ഭർ ദോപരി സോരഹാഹെ. അത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ്. ഇനി ജിസ് പർ വേ ദോനും, അതിൽ അവർ രണ്ടുപേരും സിന്ദഗി കെ സപ്നെ ബുൻ രേഖെ, രണ്ടുപേര് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്യുന്നു. അപ്പോൾ രണ്ടുപേരെന്തോ ചെയ്യുന്നത്, സിന്ദഗി കെ സപ്നെ ബുൻ രേഖെ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്യുന്നു. പത്തർ കി ബെഞ്ച്, പത്തറിൻ്റെ ബെഞ്ച് ജിസ് പർ അങ്കിത് കെ ആംസു ദഗാൻ വിശ്രാം ഔർ പ്രേം കി സ്മൃതിയ, പത്തറിൻ്റെ ബെഞ്ചിലെ കണ്ണുനീര്, ക്ഷീണം, വിശ്രമം, സ്നേഹത്തിൻ്റെ ഓർമ്മ, ഇതെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം പത്തർ കി ബെഞ്ച് പർ ക്യാ ക്യാ അങ്കിത് ഹേ, കല്ലിൻ്റെ ബെഞ്ചിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരവായിട്ട് നമ്മൾ എന്ത് എഴുതും, പത്തർ കി ബെഞ്ച് പർ ആംസു ദഗാൻ വിശ്രാം ഔർ പ്രേം കി സ്മൃതിയാം അങ്കിത് ഹേ, കല്ലിൻ്റെ ബെഞ്ചിൽ കണ്ണുനീര്, ക്ഷീണം, വിശ്രമം, സ്നേഹത്തിൻ്റെ ഓർമ്മകൾ മുതലായവയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി ശുരു ഹോ സക്താ ഹെ കിസി ദിൻ, ഈ കല്ലിൻ്റെ ബെഞ്ചിന് ഏതെങ്കിലും ദിവസം ആരംഭിക്കാം. ഹത്യാവും കാ സിൽസില, കൊലപാതകത്തിൻ്റെ പരമ്പര. ഇസെ ഉഗാഡ് കർ ലേ ജായ്, ഇത് പിഴുതെറിയപ്പെടാം അഥവാ തോടാ ഭി ജാ സക്താ ഹെ, അല്ലെങ്കിൽ പൊട്ടിച്ച് കളയപ്പെടാം. പതാ നഹീ സബ്സെ പഹലെ കോൻ ആസിൻ ഹുവാ ഹോഗ, അറിയത്തില്ല ആരാണ് ഏറ്റവും അധികം ഇതിൽ ഇരുന്നത്. ഇസ് പത്തർ കി ബെഞ്ച് പർ, ഈ കല്ലിൻ്റെ ബെഞ്ചിൽ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് കിസ്കാ പ്രതീക് എന്നൊരു ചോദ്യം വന്നാൽ സാർവജനിക് ജഗഹ് കാ പ്രതീക് ഹെ, പത്തർ കി ബെഞ്ച് സാർവജനിക് ജഗഹിൻ്റെ പ്രതീകമാണ്. ഇനി അടുത്ത വലത് സൈഡിലെ ചോദ്യം നോക്കിയേ, പത്തർ കി ബെഞ്ച് പർ കോൻ കോൻ ബൈഠേ ഹെ ഉൻകി സംവേദനയും, അത് മാച്ച് ദ ഫോളോയുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മാച്ച് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഏകദേശം 99% ചാൻസ് ഉണ്ട്. അടുത്തത് സബോനെ പത്തർ കി ബെഞ്ച് കാ സഹാര ലിയ ക്യോ, എന്നിട്ട് ഈ ചോദ്യം സെക്കൻഡ് വൺ, എല്ലാവരും കല്ലിൻ്റെ ബെഞ്ചിനെ എന്തുകൊണ്ടാണ് ആശ്രയിച്ചത്. അതിൻ്റെ ഉത്തരവായിട്ട് നമ്മൾ എഴുതേണ്ടത് അപ്പനെ സുഖ ദുഃഖ് ബാണ്ട്നെ കേലിയ, തൻ്റെ സുഖവും ദുഃഖവും ബാണ്ട്ന എന്ന് വെച്ചാൽ ഷെയർ ചെയ്യാൻ വേണ്ടി, സുഖ ദുഃഖ് ബാണ്ട്നെ കേലിയെ പത്തർ കി ബെഞ്ച് കാ സഹാര ലിയ, പത്തറിൻ്റെ ബെഞ്ചിനെ ആശ്രയിച്ചു. ഇനി ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തുണ്ട്, പത്തർ കി ബെഞ്ച് കാ കവി ക്യോം ആശങ്കിത് ഹേ, പത്തറിൻ്റെ ബെഞ്ചിലെ കവി എന്തുകൊണ്ടാണ് ആശങ്കാകുലനാകുന്നത്. അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യം ആണ്. ഏതാണ്, പത്തർ കി ബെഞ്ച് കാ കവി, കല്ലിൻ്റെ ബെഞ്ചിലെ കവി ക്യോം ആശങ്കിത് ഹേ, എന്താണ് ആശങ്കാകുലൻ ആകുന്നത്. ഇനി ആ ചോദ്യത്തിനകത്ത് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 115-ാമത്തെ പേജിൽ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ എഴുതിയാൽ മതി. എന്താ, കവി കാ മൻ ആശങ്കിത് ഹേ ക്യോങ്കി, കവിയുടെ മനസ്സ് ആശങ്കാകുലനാണ്, എന്തുകൊണ്ടെന്നാൽ സാർവജനിക് ജഗഹ് കാ നഷ്ട ഹോഗ, സാർവജനിക് ജഗഹ് നഷ്ടപ്പെടും. ലോകോങ്കോ, ആൾക്കാർക്ക് സുഖ ദുഃഖ് ബാണ്ട്നെ കേലിയെ, സുഖവും ദുഃഖവും ഷെയർ ചെയ്യാൻ വേണ്ടി കോയി സ്ഥാന ഹോക, ഒരു സ്ഥലവും ഉണ്ടാകില്ല. അങ്ങനെ എഴുതിയാലും നമുക്ക് സ്കോർ കിട്ടും. ഇനി നമുക്ക് ചെറിയൊരു പാസേജ് ഇംഗ്ലീഷിൽ തന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് ആക്കാൻ വരും. അതൊക്കെ വളരെ എളുപ്പമുള്ളതായിരിക്കും. ഇനി അത് വെർബൽ ട്രാൻസ്ലേഷൻ വേണമെന്നൊന്നുമില്ല, ഭാവത്തിനനുസരിച്ച് നിങ്ങളുടേതായ ഹിന്ദിയിൽ എഴുതിയാലും
മാർക്ക് കിട്ടും. കാരണം വെർബൽ ട്രാൻസ്ലേഷൻ അതായത് ടെൻസിന് കറക്റ്റ് അനുസരിച്ചും ചെയ്യാം, അതല്ലെങ്കിൽ ഭാവാനുവാദം നമുക്ക് ചെയ്യാം. ഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ രീതിയിലും എഴുതാം. ഈ 2 രീതിയിൽ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? സ്കോർ കിട്ടും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നിർബന്ധമായി നിങ്ങൾ പേജ് നമ്പർ 94 ആ 32 എണ്ണം, അതായത് പാരിഭാഷിക് ശബ്ദാവലിയുടെ 32 എണ്ണം പഠിച്ചു വയ്ക്കുക. അതിൽ 8 എണ്ണം പരീക്ഷയ്ക്ക് വരും. ബ്ലാങ്ക് സിനിമയുടെ നിരൂപണം പഠിക്കുക, 8 മാർക്കിന് പരീക്ഷയ്ക്ക് വരും. സൂചന അധികർപ്പത്തിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, 8 മാർക്ക് വരും. ഡയറിയുടെ ഫോർമാറ്റ് പഠിക്കുക, 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് വരും. വാർത്താലാ ഫോർമാറ്റ് പഠിക്കുക, 8 മാർക്ക് വരും. ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, 8 മാർക്കിന് വരും. പിന്നെ കബീർദാസിൻ്റെ ദോഹയ്ക്ക് ആസ്വാദനം പഠിക്കുക, ഇൻട്രഡക്ഷനും തത്വവും പഠിക്കുക. അപ്പോൾ അത് 6 മാർക്കിന് എഴുതാം. തത്ത് 2 മാർക്കിന് ചോദിക്കും. പിന്നെ കവിതയുടെ ആസ്വാദന ടിപ്പണി 2ൻ്റെയും ചോദിക്കും, അതായത് മധുഋതുവും ചോദിക്കും, പത്രക്കി ബെഞ്ച് ചോദിക്കും. 2നും കോമൺ ഇൻട്രഡക്ഷനും സെക്കൻഡ് പാരഗ്രാഫ് തുടക്കവും കൺക്ലൂഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ 2 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. പിന്നെ വിജ്ഞാപനം വന്നാൽ അത് എഴുതാൻ നിങ്ങൾക്ക് കോമൺ ആൻസർ തന്നിട്ടുണ്ട്, അത് വെച്ച് പഠിക്കുക. അതായത് കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന കോമൺ ആൻസേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം ഈ ഓർഡറിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് ക്വസ്റ്റ്യൻ അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇനി യാത്രിയുടെ മൻ സംഘർഷ സെ ഭര, യാത്രക്കാരൻ്റെ മനസ്സ് സംഘർഷത്താൽ നിറഞ്ഞു. ഉസ് ദിൻ യാത്ര ലിഖി ഹുയി ഡയറി, ആ ദിവസം യാത്ര എഴുതിയ ഡയറി. പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ഇല്ല. നമുക്ക് കോമൺ ആൻസർ വെച്ചിട്ട് അത് എഴുതുന്നു. ഇടയ്ക്കോട്ട് അസ്ലമിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടേതായ സെൻറ്റൻസുകളിൽ എഴുതുന്നു. ഇനി നേരെ തിരിച്ച് നൗജവാൻ ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചു, അതായത് ബൂട്ട ആത്മയുടെ പെരുമാറ്റം കണ്ടിട്ട് അന്നത്തെ ഡയറി. നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ഇല്ല. നിങ്ങൾ കോമൺ ആൻസർ വെച്ചിട്ട് ആ കാര്യം വെച്ചിട്ട് എഴുതുന്നു. ഇനി സഹയാത്രയും റെയിൽഗാഡിയിലെ സംഭ്രാന്തമായാലും സഹിതം നമ്മുടെ സംഭാഷണം ചോദിക്കാം, അല്ലെങ്കിൽ യാത്രയും പത്നി അല്ലെങ്കിൽ സഹകർമ്മി കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ സംഭാഷണം, അത് 2ഉം ഒന്ന് തന്നെയാണ്. പത്നിയാണെങ്കിൽ പത്നി എന്ന് എഴുതുക, സഹകർമ്മിയാണെങ്കിൽ സഹകർമ്മി. അത് നമുക്ക് കോമൺ വാർത്താല വെച്ച് വേണമെങ്കിലും എഴുതാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതായത് സംക്ഷിപ്ത് കരെ, ചുരുക്കി എഴുതുക, അല്ലെങ്കിൽ സാരാംശ ലിഖേ, അല്ലെങ്കിൽ ഏക് തിഹായി കർക്കെ ലിഖേ, അങ്ങനെയൊക്കെ ചോദിക്കും. ഒരു ചെറിയൊരു പാരഗ്രാഫ് തരും, ചിലപ്പോൾ 4, 5, 6 അല്ലെങ്കിൽ 8 സെൻറ്റൻസ് ഒക്കെ കാണും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യമേ ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കുക. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾ പഠിച്ച പുസ്തകത്തിൽ ഒരു പാസേജ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഹെഡ്ലൈന് വലിയ പ്രശ്നമൊന്നുമില്ല. ആ പാഠത്തിൻ്റെ പേര് എന്ത് ചെയ്താൽ മതി? ഹെഡ്ലൈൻ ഇട്ടാൽ മതി. അത് ഹെഡ്ലൈനായിട്ട് നിർബന്ധമായിട്ടും അവിടെ ഇടുക. അതിനുശേഷം നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട, ആ ചോദ്യപേപ്പറിനകത്ത് എത്ര സെൻറ്റൻസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. 9 ഉണ്ടെങ്കിൽ എത്ര എണ്ണം എഴുതുക? 3 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇനി അതങ്ങോട്ട് മാക്സിമം കൂടിയ 4, അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്കോർ താഴോട്ട് പോകത്തേ ഉള്ളൂ. കാരണം 3 എന്നാക്കി ചുരുക്കി എഴുതാൻ പറഞ്ഞിട്ട് 3 ഇരട്ടി എഴുതിയാൽ ആരെങ്കിലും മാർക്ക് തരുമോ? അപ്പോൾ അത് എണ്ണി നോക്കിയിട്ട് ഏകദേശം 1/3 ആക്കി എഴുതി, ഏകദേശം ആക്കിയാൽ മതി. പിന്നെ അങ്ങനെ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് സംഭാഷണം അല്ലെങ്കിൽ വാർത്താലാപ ശൈലിയിൽ എഴുതിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. അത് ഒഴിവാക്കിയേ നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതാവുള്ളൂ. കാരണം സംഭാഷണ ശൈലികൾ അതിനകത്ത് 3 എന്നാക്കി ചുരുക്കി എഴുതുന്നതിനകത്ത് പാടില്ല. ആശ്ചര്യചിഹ്നം ഉണ്ടെങ്കിൽ, അത് എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ ഇടയ്ക്ക് ഹൈഫൻ ഇട്ടുള്ള 2 വാക്കുകളൊക്കെ ചേർത്ത് വരുന്ന അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒഴിവാക്കിയിട്ട് എഴുതുക. എന്തായാലും ഹെഡ്ലൈനും ഏകദേശം 1/3 ആയിട്ട് കണ്ടാൽ തന്നെ അതിനെന്ത് കിട്ടും? 6 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ബോർഡ് എക്സാമിന് പോകുവാൻ വേണ്ടി. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ മനസ്സിലാകും ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് 100% 80 മാർക്കും നേടാൻ കഴിയും എന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അത് പരീക്ഷയ്ക്ക് വരുന്നതിന് ശേഷം. അങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് എല്ലാവരും ഈ കോമൺ ആൻസേഴ്സും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം വ്യക്തമായി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം സ്കൂളിൽ പോയില്ല, റെഗുലർ ക്ലാസ് കിട്ടിയില്ല, ഒന്നും ഓൺലൈൻ ക്ലാസ്സിൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ കോമൺ ആൻസേഴ്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് നിങ്ങളുടെ സ്കോറിനൊരു സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ്. അത് പഠിച്ചിട്ട് ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതും പഠിച്ചിട്ട് എല്ലാവരും പരീക്ഷ പോയി എഴുതുക. നിങ്ങൾക്ക് 100% വിജയം, ഉറപ്പ് കാര്യമാണ്. 100% നിങ്ങൾക്ക് വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.